നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദൈവങ്ങളെ സ്തുതിച്ചുള്ള സഹസ്രനാമങ്ങളിൽ ഏറ്റവും ഉന്നതമായ സഹസ്രനാമമാണ് ലളിതാ സഹസ്രനാമം. പരാശക്തിയായ ഭഗവതിയുടെ 1000 നാമങ്ങളാണ് ലളിതാ സഹസ്രനാമം. വളരെ ശക്തിയും ഊർജവും നൽകുന്ന നാമജപമാണിത്. ആഗ്രഹ സഫലീകരണത്തിനും ദുരിത നിവാരണത്തിനും സങ്കടഹരണത്തിനും സർവേശ്വര സിദ്ധിക്കും തുടങ്ങി ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതെന്തും നൽകുവാൻ ശേഷിയുള്ള ഒരു ഉപാസനയാണ് ലളിതാ സഹസ്രനാമം എന്നാണ് വിശ്വാസം. ലളിതാ സഹസ്രനാമത്തിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചറിഞ്ഞ നിരവധി പേർ നമുക്കിടയിലുണ്ട്. ഭൗതികമായും ആത്മീയമായും ആധ്യാത്മികമായും ഉന്നതി കൈവരിക്കുവാൻ ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ഭവനത്തിൽ യാതൊരു ദോഷങ്ങളും ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, എല്ലാവിധ ഐശ്വര്യങ്ങളും കുടുംബത്തിൽ നിറയുന്നതാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിലൂടെ മാനസിക വ്യക്തതയും ശ്രദ്ധയും മെച്ചപ്പെടുന്നതാണ്. ഇനി ലളിതാ സഹസ്രനാമം ജപിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ലളിതാ സഹസ്രനാമം വായിക്കുമ്പോൾ കയ്യിൽ ഒരു പുസ്തകം കരുതുക. ശ്രദ്ധയോടെ വായിച്ചാലും തുടക്കത്തിൽ സഹസ്രനാമങ്ങളിൽ പിഴവുകൾ സംഭവിക്കാം. പക്ഷേ സ്ഥിരമായി മനസ്സിരുത്തി അത് വായിക്കുന്നതിലൂടെ പിന്നീട് തെറ്റുകൾ കൂടാതെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ്. അർത്ഥം അറിഞ്ഞുകൊണ്ട് സഹസ്രനാമം ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ശ്രദ്ധയും വ്യക്തതയും വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വളരെ ശാന്തമായ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്ന് ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ലളിതാ സഹസ്രനാമം നിത്യവും ജപിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് കൂടി നോക്കാം. ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുന്നതിലൂടെ ജപിക്കുന്ന വ്യക്തിയുടെയും അവരുടെ ഭവനത്തിലെയും സർവ്വവിധ ദോഷങ്ങളും അകന്നു പോകുന്നതാണ്. മാത്രമല്ല, ദേവീ മാഹാത്മ്യം മുഴുവനും ജപിച്ചാലുള്ള ഫലം ലളിതാ സഹസ്രനാമം ഒരു തവണ ജപിച്ചാൽ ലഭിക്കുന്നതാണ്. സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുവാൻ ലളിതാ സഹസ്രനാമം സഹായിക്കുമെന്നത് ഉറപ്പാണ്. മന്ത്രോച്ചാരണത്തിന് ശേഷം ശാന്തതയും കൂടുതൽ ശ്രദ്ധയും അനുഭവപ്പെടുന്നതായി ഭക്തർ പറയാറുണ്ട്. ഇനി വാക്യങ്ങളുടെ താളാത്മക സ്വഭാവം ധ്യാനത്തെ സഹായിക്കുന്നു. ആന്തരിക സമാധാനത്തിൻ്റെ ഒരു ബോധം ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ കൈവരുന്നതുമാണ്. ഇനി മന്ത്രജപം തലച്ചോറിൽ നല്ല ഫലങ്ങൾ ഉണ്ടാക്കുമെന്നത് ചില പഠനങ്ങൾ പോലും സൂചിപ്പിച്ചിട്ടുണ്ട്. മന്ത്രങ്ങളുടെ ആവർത്തന സ്വഭാവം മസ്തിഷ്കത്തിൻ്റെ ചില ഭാഗങ്ങളെ സജീവമാക്കുകയും വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ലളിതാ സഹസ്രനാമത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ ഗവേഷണങ്ങൾ പരിമിതമാണെങ്കിലും മന്ത്രോച്ചാരണത്തെക്കുറിച്ചുള്ള പൊതുവായ പഠനങ്ങൾ ലളിതാ സഹസ്രനാമത്തിനും ബാധകമാണ്. നിത്യവും സഹസ്രനാമം ജപിക്കുവാൻ കഴിയാത്തവർ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലോ ജപിക്കുവാൻ ശ്രദ്ധിക്കുക. മന്ത്രജപമായതുകൊണ്ട് തന്നെ സ്ത്രീകൾ ആർത്തവ സമയത്ത് ലളിതാ സഹസ്രനാമം ജപിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് കയറുന്ന നിരവധി സംശയങ്ങളുണ്ട്. നാമം ചൊല്ലുമ്പോൾ തെറ്റിയാൽ കുഴപ്പമുണ്ടോ? രാവിലെ തന്നെ ചൊല്ലണോ? ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ ദോഷമുണ്ടോ? അതിനെല്ലാം ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അമ്മയെ സ്നേഹിക്കുന്നതിന് സമയമോ കാലമോ നോക്കേണ്ടതില്ല. ഭഗവതിയെ മാതൃസ്വരൂപമായി കരുതി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജപിക്കാവുന്നതാണ്. എപ്പോൾ എത്ര തവണ ചൊല്ലുന്നു എന്നതിലല്ല, എങ്ങനെ ചൊല്ലുന്നു എന്നതിനാണ് പ്രാധാന്യം. രാമ രാമ എന്നത് മര എന്ന് ചൊല്ലിയ കാട്ടാളൻ വാൽമീകി മുനി ആയതും രാമായണം രചിച്ചതും ഓർക്കുക. ഭക്തിയാണ് പ്രധാനം. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ അറിയാതെ വരുന്ന അക്ഷരത്തെറ്റുകൾ ഭഗവതിയുടെ മുന്നിൽ നിർവീര്യമാകുന്നതാണ്. നിത്യവും ഭക്തിയോടുകൂടി ജപിച്ചാൽ മനസ്സ് ശാന്തമാവുകയും ഏതു പ്രതിസന്ധികളെയും നേരിടുവാനുള്ള മനക്കരുത്ത് ലഭിക്കുകയും ചെയ്യുന്നതാണ്. അർത്ഥം അറിഞ്ഞ് ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും. ജീവിത തിരക്കിനിടയിൽ അരമണിക്കൂർ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ ലളിതാ സഹസ്രനാമ ധ്യാനം മാത്രമായും ചൊല്ലാവുന്നതാണ്. ദേവീ കടാക്ഷവും ഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നിത്യവും ലളിതാ സഹസ്രനാമ പാരായണം സാധ്യമാവുകയുള്ളൂ. ശരീരശുദ്ധിയോടുകൂടി നിലവിളക്ക് കൊളുത്തിവെച്ച് ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ജപം ആരംഭിക്കാം. രാവിലെ കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ, സന്ധ്യയ്ക്ക് പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ചൊല്ലാവുന്നതാണ്. മനസ്സെപ്പോഴും ഏകാഗ്രമായി
നിലനിർത്താനും ശ്രദ്ധിക്കണം. നാമം ചൊല്ലുന്നതിന് മുന്നിലായി ഭഗവതിയുടെ ചിത്രം, കുങ്കുമം, ഏതെങ്കിലും പുഷ്പം എന്നിവയും വയ്ക്കുക. ശ്രദ്ധ പതറാതിരിക്കുവാനും ദേവീ സ്വരൂപം മനസ്സിൽ തെളിഞ്ഞു നിൽക്കുവാനും ഇതുമൂലം സാധിക്കുന്നതാണ്. നാമപാരായണ ശേഷം ഭഗവതിക്ക് മുന്നിൽ നമസ്കരിച്ച് കുങ്കുമം തൊടുന്നതും പൂവ് ശിരസിൽ ചൂടുന്നതും ഉത്തമമാണ്. മംഗല്യവതികളായ സ്ത്രീകൾ ദശപുഷ്പങ്ങളിലൊന്നായ മുക്കുറ്റി പുഷ്പമായി ചൂടുന്നത് ഭർതൃസൗഖ്യത്തിനും പുത്രഭാഗ്യത്തിനും ഉത്തമമാണ്. നിത്യവും ചൊല്ലാൻ സാധിക്കാത്ത പക്ഷം പൗർണമി, അമാവാസി, വെള്ളിയാഴ്ച എന്നീ ദിനങ്ങളിലും ചൊല്ലാൻ ശ്രമിക്കുക. നാമങ്ങളിൽ ശ്രേഷ്ഠമാണ് വിഷ്ണുനാമം. 1000 വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം. 1000 ശിവനാമത്തിന് തുല്യമാണ് ദേവീനാമം. ദിവസവും ലളിത സഹസ്രനാമം പാരായണം ചെയ്യുന്നതിലൂടെ കുടുംബ ഐശ്വര്യം വർദ്ധിക്കുകയും രോഗദുരിതങ്ങൾ അകന്നു പോകുന്നതുമാണ്. മാത്രമല്ല ജാതകദോഷവും ഗ്രഹപ്പിഴയും അലട്ടുകയുമില്ല. ഉത്തമ സന്താന സൗഭാഗ്യത്തിനും സന്താന പുരോഗതിക്കും വൈദവ്യദോഷനാശനത്തിനും ദീർഘായുസിനും ലളിത സഹസ്രനാമജപം ഉത്തമമാണ്. മാതൃരൂപിണിയാണ് ദേവി. മാതൃപൂജ ഒരു വ്യക്തിയുടെ സകല പാപങ്ങളെയും കഴുകിക്കളയുന്നു. മാതൃസ്നേഹത്തിന്റെ അളവ് വിവരണാതീതമാണ്. മക്കളുടെ വിഷമഘട്ടത്തിൽ അമ്മ ഓടിവന്ന് സമാധാനിപ്പിക്കുന്നത് പോലെ ഭക്തരുടെ ക്ലേശം കണ്ടറിഞ്ഞ് ശാന്തി വരുത്തുന്നതുമാണ്. ഇനി ദേവീ സ്മരണയുണ്ടാകുന്ന ആ ഒരു നിമിഷം തന്നെ ഭക്തന്റെ മനസ്സിലെ മാലിന്യം ഇല്ലാതാകുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ദേവീ ഉപാസകർക്ക് ഒരു ദിവ്യ ഔഷധമാണ് ലളിത സഹസ്രനാമം. അതുപോലെ തെളിഞ്ഞ മനസ്സോടുകൂടി ഭഗവതിയെ ധ്യാനിച്ച് ലളിത സഹസ്രനാമം ചൊല്ലിയാൽ ഫലം ഉറപ്പാണ്. എല്ലാവർക്കും ലളിതാദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.